എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ബിരിയാണിയുടെ മസാലയായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അധികം പാചക രീതികളൊന്നും തന്നെ ഇല്ലാത്ത ഈ ചിക്കൻ റോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വീഡിയോയിൽ കൂടെ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഈ ഒരു ചിക്കൻ റോസ്റ്റ് വളരെ എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ അളവിലുള്ള ഒരു കോഴിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ആ ഒരു തോലെല്ലാം ക്ലീൻ ചെയ്തിട്ട് മീറ്റിന്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത് 1.5 കിലോ. ഇതിലേക്ക് നമുക്കൊരു മാരിനേഷൻ ചെയ്തെടുക്കണം. ഇനി ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കിലോ അളവില് കൊച്ചുള്ളി കട്ട് ചെയ്തത്, ഒരു 3-4 പച്ചമുളക്. ഈ പച്ചമുളകിന് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരു 3-4 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതിയാകും. അതുപോലെ 2 ചെറിയ തക്കാളി, വലിപ്പമുള്ളതാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. ഒരു ബോൾ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും ചേരുവകൾ നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഇനി വേണ്ടത് മസാലപ്പൊടികളാണ്. ഇതിനായിട്ട് 1 സ്പൂൺ അളവില്, 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ 10 മില്ലിഗ്രാം അളവില് എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകപ്പൊടി, 2 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, അതുപോലെ 2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി. സ്പൂൺ എന്ന് പറഞ്ഞാൽ 10 മില്ലിഗ്രാം ആണ്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 മില്ലിഗ്രാം ആണ്. ടീസ്പൂൺ എന്ന് പറഞ്ഞത് 5 മില്ലിഗ്രാം ആണ് കേട്ടോ. ഇത്രയും പൊടികളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടികൾ ചിക്കനിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചിക്കൻ നല്ല മയം കിട്ടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നിങ്ങൾ ഏത് ഓയിലാണ് കറി പാചകം ചെയ്തെടുക്കുന്നത് എന്ന് വെച്ചാൽ അതേ ഓയിൽ തന്നെ ഒഴിച്ചു വേണം ചിക്കൻ കുഴച്ചെടുക്കാനായിട്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയിലൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. ചിക്കൻ നല്ല പോലെ ഒന്ന് ഇരുമി കുഴച്ചെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം. തക്കാളിയൊക്കെ നമ്മുടെ കൈ കൊണ്ട് ഒന്ന് ഇരുമി ഉടച്ച് വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ചിക്കൻ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നല്ലവണ്ണം കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ നേരം പറ്റുമെങ്കിൽ 1 മണിക്കൂർ നേരം വെച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ മാക്സിമം ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് മസാല എല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ ഇതുപോലെ തന്നെ ചെയ്തു വെക്കാവുന്നതാണ്. ചിക്കൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ഒരു 2 സവാള നമുക്ക് വളരെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ മൂടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനിലേക്ക് ഇപ്പോൾ മസാല എല്ലാം പിടിച്ചു നിൽക്കുന്ന ഒരു പാകമാണ്. ഇനി ഉടൻ തന്നെ നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. പെരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില ചേർക്കാം. ഇതുപോലെ വെളുത്തുള്ളി ചതച്ചിൽ ചേർക്കാം. 2 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. ഇനി സവാള നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലപോലെ മെറൂൺ കളറിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് വഴറ്റാം. ഇപ്പോൾ സവാള നല്ലതുപോലെ ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർക്കാം. ചിക്കൻ പീസുകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാത്രത്തിലുള്ള ഈ ഒരു മസാല എല്ലാം നമുക്കിതിലേക്ക് വടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനും ഈ ഒരു സവാളയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ പീസുകൾ നല്ലതുപോലെ 2 മിനിറ്റ് നേരം പാനിലിട്ട് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്താലും നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ചിക്കനിൽ നിന്നും ഊറി വരുന്ന ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് ചിക്കൻ പീസുകൾ വെന്ത് കിട്ടേണ്ടത്. നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ അല്പം വലിയ പാത്രത്തിൽ വെച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ചുവട് കെട്ടിയുള്ള ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഇതുപോലെ ഇളക്കി എടുക്കുന്നതിന് വളരെ തന്നെ നല്ലതാണ്. അപ്പോൾ ഇനി ചിക്കൻ പീസുകളൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഞാനിവിടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് നേരം ചെറിയ തീയിലേക്ക് മാറ്റി മൂടി വെച്ച് കൊടുക്കാം. ആ ഒരു സമയത്തും ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മൂടി തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ ധാരാളം വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കഷ്ണങ്ങൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. ചിക്കൻ പീസുകൾ വെന്ത് വരുന്നത് വരെയും നമുക്ക് ചെറിയ തീയിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. കഷ്ണങ്ങൾ വെന്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് ഒന്ന് ചിക്കൻ പീസുകൾ മുരിയിച്ചെടുക്കാം. നിങ്ങളുടെ കൈവശം നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കഷ്ണങ്ങൾ മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരും. ഇപ്പോൾ നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കൂടെ ചെറിയ തീയിൽ തന്നെ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഗ്രേവിക്ക് ഉപ്പ് പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. വീണ്ടും 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോഴും ചിക്കനിൽ ധാരാളം വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ പീസുകൾ നല്ലോണം വേവായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് ഈ ഒരു ഗ്രേവി എല്ലാം നമുക്കൊന്ന് മുരിയിച്ചുകൂടി എടുക്കണം. ഇനി മൂടി അടച്ച് വെക്കരുത്. ഇനി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ പീസുകൾ നല്ലോണം തന്നെ ഒന്ന് മുരിയിച്ചെടുക്കണം. ഒരു 25 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം തന്നെ മുരിഞ്ഞ് നല്ല റോസ്റ്റ് പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. ഒരുപാട് സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല, എങ്കിലും കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.